നമസ്കാരം. നമ്മുടെ യാത്രയിൽ ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നവരാണ്. കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ സംസാരിച്ചപ്പോഴും അവരെ കുറിച്ചൊക്കെ പ്രതിപാദിച്ചിരുന്നു. ഒരു കലാകുടുംബത്തിന്റെ ഒരു ഗൃഹനാഥൻ, അതിലപ്പുറം നാട്ടുംപുറത്തെ മികച്ച കലാകാരൻ, നാട്ടുംപുറത്ത് ഒത്തിരി കലാകാരന്മാരെ സൃഷ്ടിച്ച വ്യക്തി, കലാ പ്രോത്സാഹനം നൽകുന്ന വ്യക്തി. എങ്ങനെ എനിക്ക് അതിനെ പരിചയപ്പെടുത്തുന്ന അറിയില്ല. അപ്പൊ പരിചയപ്പെടുത്താൻ അദ്ദേഹത്തിന് തന്നെ ഞാൻ മൈക്ക് കൈമാറുകയാണ്. നമസ്കാരം ഒന്നാട്ടാ. നമസ്കാരം. അപ്പം നമ്മൾ പേരിനൊപ്പം സ്വർലൈ ചേർക്കാറുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ അല്ലേ? അതെ അതെ. നാടകത്തിന്റെ ഒരു കലാസമിതി എന്ന പേര് വരുമ്പോ ഒരു നാടകകലാവേദി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ വരുന്നത് വേറൊരു പേരാണ്. പ്രൊഫഷണൽ കലാ ട്രൂപ്പിന്റെ പേരെന്തായിരുന്നു? ഏജൻസി അധീന. അതോടൊപ്പം കൊച്ചിൻ ചന്ദ്രകാന്തയുടെ ഓഫീസ് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തത് നാടക സമിതിയിലെ. അപ്പൊ എനിക്ക് പറയാൻ വെച്ചാൽ എന്തൊക്കെ പറയണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് അതിനകത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇന്നിന്ന ആ വ്യക്തിയാണ്. അപ്പൊ നമുക്ക് കുറച്ച് സമയം കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ അതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല്, ചിലപ്പോ കേരള ചരിത്രത്തിൽ തന്നെ ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടി ചേർന്ന് ഒരു തിയേറ്റർ സംവിധാനം ഉപയോഗപ്പെടുത്തി ജനങ്ങളിലേക്ക് എത്തി പല കാര്യങ്ങളും പറയേണ്ടി വന്നു, അല്ലെങ്കിൽ നാടകം അവതരിപ്പിച്ചു. അത് ചിലപ്പോൾ വേറെ ആരുണ്ടാവില്ല. ചിലപ്പോൾ 10-15 പേര് കലാകാരന്മാർ കൂടി ചേർന്നായിരിക്കും ഉണ്ടാവുക. കുടുംബത്തിലെ ഭാര്യയെ തന്നെ നായികയാക്കുന്നു, സ്വന്തം നായകനാവുന്നു, മക്കളെ എന്ത് ചെയ്യുന്നു, സാങ്കേതിക സപ്പോർട്ട് ചെയ്യുന്നു. ആ നാടകത്തിലൂടെ നമുക്ക് കടന്നു വരാം. അത് ഏത് വർഷമായിരുന്നു? അതിന്റെ പേരെന്തായിരുന്നു? അത് 2018 നാടകം. അത് നമ്മളിവിടെ നമ്മുടെ ഒരു വായനശാല, ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വായനശാല, AKG സ്മാരക വായനശാല. അപ്പോൾ ഒരു വാർഷികം നടത്തണം എന്ന് ആലോചിച്ചു. അപ്പോൾ സമയത്തൊരു ഞാൻ പറഞ്ഞൊരു നാടകം എന്റെ വകയൊരു നാടകം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് ഞാനാണെന്നോ കുടുംബാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നോട്ടീസിലൊക്കെ പേരടിച്ചു. അപ്പൊ ഞാനാണല്ലോ പേരെല്ലാം അടിക്കുന്നത്, അതുകൊണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടി വന്നില്ല. അവസാനം വേദിയിലെത്തുമ്പോഴാണ് അവർ മനസ്സിലാക്കിയത് ഞാനും ഭാര്യയും മകളുമാണ് അതിൽ അഭിനയിക്കുന്നത് എന്നുള്ളത്. അത് സുരേന്ദ്രനാണ് സംവിധാനം, സുരേന്ദ്രൻ കല്ലൂരാണ് സംവിധാനം ചെയ്തത്. ഓലമേഞ്ഞ വീട് എന്നുള്ള പേരിലാണ് അത് അവതരിപ്പിച്ചത്. അത് പത്രങ്ങളിലടക്കം അതെ, അത് മെട്രോ മനോരമയില് ഒരു നല്ലൊരു വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുടുംബം ഒന്നിച്ചൊരു നാടകം അഭിനയിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് അത് വന്നത്. നാടകത്തിനെ മേന്മയിൽ ഉപരിയായിട്ട് അതാണ് അവര് PC ഗോപിനാഥൻ നല്ലൊരു വാർത്തയായിട്ട് കൊടുത്തു. അപ്പൊ അതൊരു അനുഭവം തന്നെ. എത്ര വർഷം മുമ്പേ നിങ്ങൾ ഈ നാടക ഫീൽഡിൽ? ഞാനൊരു 17-ാം വയസ്സ് മുതലാണ് ശരിക്കും നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങിയത്. അന്ന് ഈ ബാലസംഘത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്നു. അപ്പോൾ ബാലസംഘത്തിന്റെ ഇതിലൂടെ ക്യാമ്പുകളിലൊക്കെ നാടകം അവതരിപ്പിച്ച് അങ്ങനെ കുറെ നാടകങ്ങൾ, ഇതിനെ ക്ലബ് പ്രൊഫഷണൽ നാടകങ്ങളിൽ, അത് പ്രൊഫഷണൽ നാടകത്തിൽ വരുമ്പോൾ നമ്മുടെ റെഡ് സ്റ്റാർ ക്ലബ്ബ് ഉണ്ടായിരുന്നു വഴിയിൽ, ഇപ്പോൾ ഇല്ല. ആ റെഡ് സ്റ്റാർ ക്ലബിന്റെ അമച്വർ നാടകങ്ങളിൽ കുറെ വേഷങ്ങൾ ചെയ്തു. അതിനുശേഷം നെടിയോടി ക്ലബ്ബ്, അതുപോലെ തന്നെ പെരുവമർ ക്ലബ്ബ്, അതുപോലെ തന്നെ കണ്ണൂർ ഒരു ക്ലബ്ബ്, അങ്ങനെ അമച്വർ സമിതികളിൽ കുറേ നാടകങ്ങൾ ചെയ്തു. ഒരു 10-25ഓളം നാടകങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊഫഷണൽ സമിതിയിലേക്ക് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ സമിതി ഒരു നടനായിട്ട് പോയിട്ടൊന്നുമില്ല. അതിലൊരു സംഘാടകൻ എന്നുള്ള രൂപത്തിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അത് നെടിയോടിയിൽ വെച്ചിട്ട്, നെടിയോടി ചാലിൽ വെച്ചിട്ടൊരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പകർനാട്ടം എന്ന പേരിലായിരുന്നു നാടകം കളിച്ചത്. ജീവൻ സാജാണ് നാടകം എഴുതിയത്. അശോകൻ കതിരൂരാണ് സംവിധാനം ചെയ്തത്. അപ്പോൾ ആ നാടകം ഒരു ഗംഭീര വിജയമായിരുന്നു. ഒരു പ്രൊഫഷണൽ നാടക സമിതി അവതരിപ്പിക്കുന്നതിനെക്കാട്ടും ഗംഭീര വിജയമായിരുന്നു. അപ്പോൾ ആ നാടകം പ്രൊഫഷണൽ നാടകം ആക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അങ്ങനെ കോഴിക്കോട് നാടക നിലയത്തിന്റെ ബാനറിൽ അദർപൂരം എന്ന പേരിൽ നാടകമാക്കി. ജീവൻ സാജും അശോകൻ കതിരൂരും സംവിധാനം ചെയ്തുകൊണ്ട് അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ എൻ്റെ സുഹൃത്തു കൂടെ ജീവൻ സാജ് പ്രൊഫഷണൽ നാടക രംഗത്തേക്ക് വരുന്നത്. അതിന് കുറെ നാടകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിമിത്തമായി. അതെ, നിമിത്തമായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കുടുംബത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു. അപ്പൊ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തുമോ? ഭാര്യ ശ്രീകല ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ ഡാൻസ് കളിച്ചും ഡാൻസ് പഠിപ്പിച്ചും വന്നവരാണ്. പിന്നെ മൂത്തമോൾ അക്ഷര പിന്നെ കാര്യമായിട്ട് ഈ കലാരംഗത്ത് സജീവമല്ല എങ്കിലും അത്യാവശ്യം നമുക്ക് പിന്തുണ തന്നുകൊണ്ട് നമ്മുടെ പുറകെ സാങ്കേതിക സഹായമുണ്ട്. അതെ, തീർച്ചയായും ഉണ്ട്. പിന്നെ അനഘ 6ാം ക്ലാസ് മുതലാണെന്ന് തോന്നുന്നു ഒരു നാടകത്തിലും മോണോ ആക്ടിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ അവരുടെ സപ്പോർട്ട് അതുണ്ട്, തീർച്ചയായും ഉണ്ട്. സഹധർമ്മിണിയായിട്ട് കടന്നു വന്നപ്പോ അവരിൽ ഈ കഴിവുകളൊക്കെ ഉണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞായിരുന്നോ, അല്ലെങ്കിൽ അവരെയും കൂടി നമ്മൾ വേദിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്? അതിപ്പോ ഞാൻ ഇപ്പൊ ക്യാമറയിൽ നിന്ന് നുണ പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത് ആദ്യം അറിഞ്ഞ് നമ്മളൊരു പ്രേമവിവാഹമായിരുന്നു. ചെറുപ്പം മുതലേ ഉള്ള അറിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കളിലേക്കും അത് പകർന്നു നൽകാൻ പറ്റി, അവരെ ആ രീതിയിൽ കൊണ്ടുവരാൻ പറ്റി എന്നതല്ലേ? തീർച്ചയായും. അതിനേക്കാൾ ഉപരി നാട്ടുപുറത്ത് ഒത്തിരി കലാകാരന്മാർക്ക് അനുഗ്രഹമായിട്ടുണ്ട്. ഒരു നാടകം എന്ന ഒരു സംവിധാനം ഒരുക്കി. അതെ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അത് പിന്നെ കുറെ വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു നാടൻ
പാട്ടുകാരൻ നമ്മൾ കുറെ സുഹൃത്തുക്കളുണ്ട്. ഇപ്പം പുലിക്കാടാകുമ്പോൾ നമ്മുടെ സന്തോഷ് ടി ആർ, അതുപോലെ തന്നെ ഒരു ബാബുരാജ് മലപ്പട്ടം, അപ്പൊ അവരുള്ള കുറെ പിന്നെ അത് വേലു ഹരിദാസ്, ഇവരൊക്കെ സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ഇവരൊക്കെ നല്ല ഗായകര്. അപ്പൊ ഇവരെ വെച്ചുകൊണ്ടൊരു സമിതി വേണമെന്ന് ആഗ്രഹിച്ചു. അപ്പൊ ഇവരൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ ഞാനെപ്പോഴും ഇതിനെക്കാട്ട് കൂടുതൽ ഉപരിയായിട്ട് മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ സമിതി എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം സമിതി എന്നല്ല, നമ്മുടെ ഒരു സമിതി എന്നുള്ള രൂപത്തിൽ അവരോട് സംസാരിച്ചു. അങ്ങനെ നമ്മൾ ആ സമിതിയായിട്ട് മുന്നോട്ട് വന്നു. ഏകദേശം ഒരു 4-5 വർഷം നമ്മളെ മലബാറിൽ നല്ല മികച്ച രീതിയിൽ പരിപാടി അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയതാണ്. എല്ലാവരും മികച്ച പാട്ടുകാർ, അതുപോലെ തന്നെ കുട്ടികൾ, അതിൽ പാടാൻ വന്ന പെൺകുട്ടികൾ, നമ്മുടെ ഈ പടിയൂർ മേഖലയിലുള്ള ഒരു 4ഓളം പെൺകുട്ടികൾ, അവർ നല്ല പാട്ടുകാരായിരുന്നു, പെർഫോമർ ആയിരുന്നു. എല്ലാം കൊണ്ട് നല്ല രൂപത്തിൽ പോയി. അതുപോലെ തന്നെ ഇവിടെ മാങ്കുഴിയുള്ള കുറച്ച് കലാകാരന്മാർ, കുട്ടികൾ, അവർ ഡാൻസും അവർ വിഷ്വലെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് നല്ലൊരു സമിതിയായിരുന്നു. പിന്നെ ഒരു എന്താ പറയാ, എല്ലാത്തിനും ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. വീണ്ടും പുറകോട്ട് പോയി ആ സമിതി. മൂന്നാറിനെ അറിയുന്ന കാലഘട്ടം അദ്ദേഹം ഒരു നാടക നടൻ എന്നതിലുപരി ഒരു മികച്ച സംഘാടകൻ എന്ന രീതിയിലാണ് ഞാൻ അറിയപ്പെട്ടത്. കുറെ ക്ലബുകളുടെ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ആയിട്ടല്ലേ. അതിനപ്പുറം ഇന്ന് ഒരു ഇഫാസ് എന്ന സംഘടന, രാവിലെ ഇപ്പൊ നാടകോത്സവമൊക്കെ നടത്തി നാടകത്തെ പ്രഘോഷിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്കായിരുന്നു. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം. ഇഫാസ് നമ്മളൊരു 2018 ആണ് നമ്മൾ ഇഫാസിന്റെ ഒരു പ്രാഥമിക പ്രവർത്തനമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത്. അത് വരുമ്പോൾ ഞാനും അതുപോലെ തന്നെ ജീവൻ സാജ്, അത് ലിജോ തോമസ് തന്നെ ഒരു എഞ്ചിനീയറാണ്. പിന്നെ അതുപോലെ തന്നെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഒന്നു ചേർന്നാണ് ഇഫാസ് എന്നുള്ള സംഘടന രൂപീകരിച്ചത്. ഇഫാസ് എന്ന് പറയുമ്പോൾ ഇരട്ടി ഫൈനാൻസ് സൊസൈറ്റി. ഇഫാസ് എന്ന് പേര് തന്നത് ജയൻ തിരുമേനിയാണ്. അദ്ദേഹത്തെ നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ആ സമയത്ത് ഒരു 7ഓളം നാടകങ്ങൾ, പ്രതിമാസ നാടകങ്ങൾ അവതരിപ്പിച്ചു വന്നതാണ് കൊറോണ വന്നത്. അപ്പോൾ കൊറോണ വന്ന് പിന്നെ നമ്മൾ കുറച്ച് പുറകോട്ട് പോകേണ്ടി വന്നു. ഈ വർഷം വീണ്ടും നമ്മൾ ഒന്ന് ഉയർത്തെഴുന്നേക്കണം എന്ന് തോന്നി. നമ്മൾ 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു നാടകോത്സവം, നാടക മത്സരം തന്നെയായിരുന്നു നമ്മുടെ സംസ്ഥാന കാലത്ത് നാടക മത്സരം. നല്ല വിജയമായിരുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നാടകത്തിന് പ്രേക്ഷകരില്ല എന്ന് പറയുന്ന ചില വിഭാഗങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഓരോ ദിവസവും കാണികൾ കൂടിക്കൂടി വരുന്ന ഒരു ആരവായിരുന്നു. വാഹനങ്ങൾ വരുന്നത്, നിർത്തുന്നത്, അവർ ഓടിക്കയറുന്നത്, അങ്ങനെ ഒരു ആരവായിരുന്നു ആ പരിപാടി. നല്ല മികച്ച വിജയമായിരുന്നു. ഇനിയും തുടർന്ന് പോകും. നമ്മൾ അടുത്ത കൊല്ലം നമ്മളത് നടത്തണം എന്നുള്ള ആഗ്രഹിച്ചതിനാണ് മുന്നോട്ട് പോകുന്നത്. മറ്റേതൊക്കെ ക്ലബ്ബുകളുടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു ക്ലബിന് വേണ്ടിയിട്ടാണ് സ്വന്തമായിട്ട് നാടകം, അതെ AKG സ്മാരക വായനശാലക്ക് വേണ്ടിയിട്ടാണ് നാടകം ചെയ്തത്. അതുപോലെ തന്നെ റിൻഷ ക്ലബ്ബിൽ സജീവമായിട്ട് കുറച്ചു കാലം അതിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടാണ് ഞാൻ. സെക്രട്ടറി ആയിരുന്നില്ല, ജോയിന്റ് സെക്രട്ടറി ആയിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറേ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വിവിധ ക്ലബ്ബുകളിൽ പ്രവർത്തിച്ചില്ല. അവർ നാടകം കലാപരമായിട്ട് വരും, നമ്മൾ വിളിക്കും, അവരോട് യോജിച്ച് മുന്നോട്ട് പോകും. അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ ഈ നാടകം എന്നൊരു സംഭവത്തിലേക്ക്, അല്ല ആ കലാരൂപത്തിലേക്ക് അടുത്തു വന്നു എന്ന് ഒരു വ്യക്തിയെ കണ്ടെത്തുകയാണെങ്കിൽ മൂന്നാറിനായിരിക്കും. കാരണം നാടകം അഭിനയിച്ചു, നാടകം അഭിനയം പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് നാടകോത്സവം നടത്തി, നാടകത്തിന് പ്രോത്സാഹനം നൽകി. ഇപ്പൊ നാടകങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അദീനയിലെത്തി. അതെ. അപ്പൊ അദീനയെ കുറിച്ചൊന്ന് പറയാം. അദീന നമ്മൾ ആരംഭിച്ചിട്ട് ഒരു 1.5 വർഷമായിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പിൽ ഞാൻ പിന്നെ നാടക പ്രോഗ്രാം രംഗത്ത് ഉണ്ടായിരുന്നു. പക്ഷെ മിഥില എന്നുള്ള പേരിലായിരുന്നു, മിഥില പ്രോഗ്രാം ഏജൻസി എന്നുള്ളത്. പക്ഷെ ഓഫീസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഒരു കഴിഞ്ഞ കൊല്ലം തിരുവനന്തപുരം ഓഫീസ് ഇടണമെന്ന് വിചാരിച്ചു. ഒരു പേര് ചെറിയ ചേഞ്ച് ആക്കാം എന്നിരും. അങ്ങനെ ഗ്രീക്ക് കലാദേവതയുടെ പേരാണ് അദീന. അപ്പൊ അങ്ങനെ ഒരു പേരിട്ട് നമ്മൾ മുന്നോട്ട് പോന്നു, ഇരട്ടി കേന്ദ്രമാക്കിയിട്ട്. മോശമല്ലാത്ത രൂപത്തിൽ പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. നാടകം കൊടുക്കും, ഗാനമേള, മിമിക്സ്, നാടൻ പാട്ടുകൾ, ഇനി പിന്നെ ക്ഷേത്ര കലകള്, അതുപോലെ തന്നെ വാദ്യങ്ങള്, അങ്ങനെ എല്ലാ പരിപാടി, ചണ്ട, ശിങ്കാരിമേളം, പിന്നെ അതുപോലെ ഘോഷയാത്രയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ, ഇതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേട്ടല്ലോ. അപ്പൊ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദീനയായിട്ട് ബന്ധപ്പെടുക. ഇരട്ടിയിലാണ് ഓഫീസ്. ഇരട്ടി എവിടെയായിട്ട് ഓഫീസ് വരുന്നത്? ഇരട്ടി ക്രിസ്ത്യൻപള്ളിയുടെ അടുത്ത് ഓഫീസ് ഉണ്ട്. എന്ത് വേണമെങ്കിലും നേരിട്ട് അങ്ങ് ഇടപെടുക, കാര്യങ്ങൾ ഭംഗിയാക്കുക. എന്റെ പേര് പറഞ്ഞാൽ കുറച്ച് റേറ്റ് കുറച്ച്. അപ്പോൾ നമ്മള് നാടൻ പാട്ട് കുറെ കലാകാരന്മാരുണ്ടായിരുന്നു. അപ്പൊ ആ നാടൻ പാട്ട് കലാകാരന്മാരില് പിന്നെ പ്രോത്സാഹനം നൽകുന്ന സംവിധാനങ്ങൾ നാടകത്തിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് വെച്ചാൽ നാടകം അതിനൊരു വേദിയാണ്. തീർച്ചയായും. ഇല്ല, അങ്ങനെ ഒരു പിന്നെ കലാരംഗത്ത് അങ്ങനത്തെ ഒരു വേർതിരിവൊന്നുമില്ല. ഇല്ല, നാടകത്തോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും ഇഷ്ടവും. ചെറുപ്പം മുതലേ അതിന്റെ പിൻപറ്റി പോകുന്നതാണ്. പക്ഷെ പാട്ടുകാരോടും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിലുള്ളവരൊക്കെ താല്പര്യമുണ്ട്. അവരെയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്.
ഒത്തിരി ഇപ്പൊ നമ്മുടെ നാട്ടുപുറത്തിന് ഒത്തിരി കലാകാരങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പം പ്രിനുവിനെ പോലുള്ള ആളുകൾ അതെ അതെ അല്ലെ. അതെ അതെ. അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രിനുവിനെ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്ത് കടന്നുപോയിട്ടുണ്ടായിരുന്നു. എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ പ്രിനുവിന് ആദ്യമായിട്ട് വേദി കയറ്റിയതാണ് ഞാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ചെറുപ്പത്തിലൊരു UP സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ നാടകം അവന്റെ സുഹൃത്തുക്കളെയൊക്കെ വെച്ചുകൊണ്ട് ചെറിയ നാടകം ചെയ്തു. അങ്ങനെ പ്രിനു നല്ല അന്നേ കഴിവുള്ള കുട്ടിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മാജിക്, അതുപോലെ തന്നെ ചിത്രം കാര്യങ്ങൾ, അങ്ങനെ എല്ലാ രംഗത്തും ഒരു നല്ല താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരുന്ന ഒരു ചെറുപ്പക്കാരൻ. അതായത് അച്ഛന്റെ ഒരു ഇതാണ് പറ്റിയത്. അതായത് അച്ഛൻ ഒന്നിച്ച് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, രാധാകൃഷ്ണൻ ഒന്നിച്ച് നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിനുപോലെ പിന്നെ പ്രീനുവിന് അതിന്റെ പിന്നിൽ ആകുന്ന സഹായങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പൊ പുസ്തകങ്ങൾ എഴുതി നല്ല ഒരു കലാകാരനാണ്. അതുപോലെ നിരവധി ഒത്തിരി കലാകാരന്മാരുള്ള നാടാണല്ലേ നമ്മുടെ പടിയൂർ. അതെ അതെ, കുറെ പ്രോത്സാഹനം കിട്ടുന്നു എന്നുള്ളതാണ്. അതെ അതെ അതെ. ഇപ്പൊ പൊതുവിലെ ക്ലബുകളിലൊക്കെ ഒരു പ്രവർത്തനം പുറകോട്ടുണ്ട്. ഇപ്പോഴത്തെ അതിന്റെ ഒരു പോരായ്മകളുണ്ട് നിലവിൽ. സംസാരത്തിനിടയിൽ നമ്മൾ കടന്നു പോകുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് വീണ്ടും സ്കിപ്പ് ചെയ്ത് ഞാൻ പോയായിരുന്നു. ചില ക്ലബുകളുടെ സെക്രട്ടറി സ്ഥാനം, അതുപോലെ തന്നെ പല ഇതിന്റെ മുന്നിൽ നിൽക്കുന്നു ഒരു സംഘാടകൻ ഇഫാസിലടക്കം ഞാൻ ചോദിച്ചു ഇഫാസിലേക്ക് കടന്നു പോയത്. കൊച്ചിൻ ചന്ദ്രകാന്ത അതിന്റെ സെക്രട്ടറിയായിട്ട് സജീവമായിട്ടൊരു സാന്നിധ്യമായി നിൽക്കുന്നു. അതിന്റെ വിശേഷങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം കൊച്ചിൻ ചന്ദ്രകാന്ത കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകം അത്തുമാത്രം ഒന്നാം സാക്ഷി എന്ന നാടകമാണ്. ജീവൻ ഷാജ് രചന എഴുതി, അതുപോലെ തന്നെ രാജീവ് മമ്മളിയാണ് അതിന്റെ സംവിധാനം ചെയ്തത്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന നാടക മത്സരത്തിൽ മികച്ച രണ്ടാമത്തെ നടൻ, രണ്ടാമത്തെ സംവിധാനം, മികച്ച രംഗപടം, അങ്ങനെ 3 അവാർഡ് നേടിയ ഒരു നാടകമാണ്. ഗംഭീര നാടകമാണ്. നല്ല രൂപത്തിൽ കളിക്കുന്നത്. 2ാം വർഷമായിട്ട് പോലും നമ്മൾ ഏകദേശം ഒരു 100ഓളം സ്റ്റേജുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ പുതിയ നാടകം അനൗൺസ് ചെയ്തിട്ടുണ്ട്. മിനിങ്ങാന്നാണ് അനൗൺസ് ചെയ്തത്. ഉത്തമന്റെ സങ്കീർത്തനം എന്നാണ് പേര്. നടന്മാരിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, പക്ഷെ രചന ജീവൻ ഷാജി തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ സംവിധാനം ചെയ്യുന്നത് രാജീവ് മമ്മളി. അതിന്റെ ഓഫീസ് വർക്ക് സെക്രട്ടറി സ്ഥാനം ചെയ്തുകൊണ്ടിരിക്കലാണ് ഇപ്പോ. അപ്പം എന്തുകൊണ്ടും മനസ്സിലൊരു സന്തോഷമുള്ള കാര്യങ്ങളാണ് കലയായിട്ടില്ലേ. തീർച്ചയായും മറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അതെ, ടെൻഷനൊക്കെ മറന്ന് കലാപരമായിട്ട് മാത്രമല്ല വീട്ടിലും നാട്ടിലും ഒക്കെ ഒരു സപ്പോർട്ടും. അപ്പോ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സന്തോഷം. അധീന വളരട്ടെ. സന്തോഷം. അതുപോലത്തെ ക്ലബ്ബുകൾ കുറെ ആളുകൾ പിന്നിൽ നടക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ മുന്നിൽ നിന്ന് ഇഫാസിനെ വളർത്തിയതുപോലെ എല്ലാവർക്കും അതിനൊരു വളർച്ച ഉണ്ടാകട്ടെ. അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. സന്തോഷം. ഇത്തരത്തിലുള്ളവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് പ്രേക്ഷകരാണ്. ഞങ്ങള് ഒളിഞ്ഞിരിക്കുന്ന ഇവരൊക്കെ സംഘാടകരായിട്ട് പുറകിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ സ്റ്റേജിലേക്ക് വരുമ്പോൾ വേഷത്തിലായിരിക്കാം, മനസ്സിലാവണമെന്നില്ല. അപ്പൊ യഥാർത്ഥ രൂപത്തിലെത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. എന്തായാലും അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി വരുന്നവരെ ബൈ.